ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായി ലഭിച്ചിരിക്കുന്ന വേദഭാഗം 32 സങ്കീർത്തനം 1 വാക്യം. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. യഹോവ അകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടമില്ലാതെയും ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഒരു ഗുരുകുലത്തിൽ പാർത്തിരുന്ന ഒരു കുട്ടി ഒരിക്കൽ കലശലായ വിശപ്പ് കാരണം അവിടുത്തെ സ്റ്റോറിൽ നിന്നും കുറച്ച് ഭക്ഷണ സാധനങ്ങൾ മോഷ്ടിച്ചു. എന്നാൽ കുറച്ചു കഴിഞ്ഞപ്പോൾ താൻ ചെയ്ത തെറ്റിനെക്കുറിച്ച് അവന് വലിയ ദുഃഖം തോന്നി. താൻ പിടിക്കപ്പെട്ടാൽ ഉണ്ടാകാവുന്ന ശിക്ഷയെയും അപമാനത്തെയും അവൻ ഭയപ്പെട്ടു. അതിനാൽ അവൻ വലിയ ഭയത്തോടെ ഗുരുവിൻ്റെ അരികിൽ ചെന്ന് രഹസ്യമായി താൻ ഭക്ഷണം മോഷ്ടിച്ച കാര്യം പറഞ്ഞു. ഗുരുവിന് അവൻ്റെ ഹൃദയഭാരവും ഭയവും മനസ്സിലായി. ഗുരു അവനോട് പറഞ്ഞു, നീ എന്തിനെ ഭയക്കുന്നുവോ അതിനെ തന്നെ നീ അഭിമുഖീകരിക്കണം, അല്ലെങ്കിൽ ആ ഭയം ഒരിക്കലും നിന്നെ വിട്ടുമാറില്ല. നിഴലിന് തിരിഞ്ഞു നിൽക്കുമ്പോൾ അതുപോലും ഭയമായി തോന്നിയേക്കാം, എന്നാൽ അതിനെ അഭിമുഖീകരിക്കുമ്പോൾ ആ ഭയം സാരമില്ലാതെയാവും. ഗുരു പറഞ്ഞത് മനസ്സിലാക്കി ആ കുട്ടി പിറ്റേ ദിവസം രാവിലെ സ്റ്റോർ കീപ്പറിൻ്റെ അടുത്ത് ചെന്ന് താൻ ഭക്ഷണം മോഷ്ടിച്ച വിവരം അറിയിച്ചു. സ്റ്റോർ കീപ്പർ അവനോട് പറഞ്ഞു, ഇത് വന്ന് പറയാൻ നീ കാട്ടിയ ധൈര്യം വലുതാണ്. നീ മോഷ്ടിച്ച ഭക്ഷണത്തേക്കാൾ നിൻ്റെ സത്യസന്ധത വലുതാണ്. അതിൽ ഞാൻ നിന്നെ അഭിനന്ദിക്കുന്നു. ആ കുട്ടിക്ക് തൻ്റെ ചുമലിൽ നിന്ന് വലിയൊരു ഭാരം നീങ്ങിപ്പോയതുപോലെ തോന്നി. അവൻ്റെ ഭയവും ദുഃഖവും മാറി അവൻ സന്തോഷവാനായി തീർന്നു. അവൻ വീണ്ടും ഗുരുവിനെ കണ്ട് വിവരങ്ങൾ പറഞ്ഞു. അവൻ തുടർന്ന് പറഞ്ഞു, സത്യസന്ധത എന്നത് കുറ്റം ചെയ്യാതിരിക്കുന്നത് മാത്രമല്ല, കുറ്റബോധത്തിൽ നിന്നും നമ്മെ സ്വതന്ത്രമാക്കുന്നതാണെന്നും ഞാൻ പഠിച്ചു. ഗുരു പറഞ്ഞു, ശരിയാണ്, സത്യസന്ധത ജീവിതത്തിന് വലിയ ശക്തിയാണ്. സത്യസന്ധരായി ജീവിപ്പാൻ വലിയ പ്രയാസമായിരിക്കാം, എന്നാൽ അത് ജീവിതത്തിന് സന്തോഷവും സമാധാനവും പ്രദാനം ചെയ്യുന്നതാണ്. അതോടൊപ്പം സത്യസന്ധത നമ്മെ കുറ്റക്കാർ എന്ന അവസ്ഥയിൽ നിന്ന് ബഹുമാനമുള്ള വ്യക്തികളാക്കി രൂപാന്തരപ്പെടുത്തുന്നതും ആണ്. പ്രിയമുള്ളവരെ, നമ്മുടെയും ജീവിതത്തിൽ തെറ്റുകളിൽ പലപ്പോഴും നാം പല തെറ്റുകളിലും അമർന്നു പോയ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ കുട്ടിയെപ്പോലെ ജീവിതത്തിൽ വലിയ ഭാരം വഹിച്ചുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ നാമും നടക്കുന്നത്. തെറ്റുകളെക്കുറിച്ച് അനുതപിക്കുകയും അവയെ ഉപേക്ഷിക്കുകയും ചെയ്യുവാൻ കഴിയുന്നത് ജീവിതത്തിൻ്റെ വലിയ ഭാഗ്യമാണ്. തെറ്റുകൾ സംഭവിച്ചിട്ടില്ലാത്ത ആരുമില്ല. എന്നാൽ അവയോട് നാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നതാണ് പ്രധാനം. സത്യസന്ധതയുള്ളവരായി വളർന്നു വരുവാൻ ആവശ്യമായ പരിശീലനം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നൽകേണ്ടത് മാതാപിതാക്കളുടെയും അധ്യാപകരുടെയും പ്രധാന കടമയാണ്. തെറ്റുകളോട് നമുക്ക് 2 വിധത്തിൽ പ്രതികരിക്കാം. സാരമില്ല എന്ന് കരുതി മുന്നോട്ട് പോകാം, പക്ഷേ അത് വലിയ വിനാശത്തിലെത്തിക്കും. അവയെ ഏറ്റുപറഞ്ഞ് അത് ആവർത്തിക്കാതെ ജീവിക്കുവാൻ പരിശ്രമിക്കുക എന്നതാണ് മറ്റൊരു മാർഗം. തെറ്റുകൾ സംഭവിച്ചാൽ അവയെ തിരുത്തി മുൻപോട്ട് പോകുവാൻ കഴിയുന്നത് എപ്പോഴും ശ്രേഷ്ഠമാണ്. അതാണ് ജീവിതം ധന്യമാകുവാനുള്ള മാർഗം. നമ്മുടെ കുഞ്ഞുങ്ങൾ സത്യസന്ധരും വിശ്വസ്തരുമായി വളർന്നു വരുവാൻ നമുക്ക് അവരെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ലഭിച്ച വചനത്തിനായി നന്ദിയോടെ സ്തോത്രം. ഞങ്ങളുടെയും ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെയും ജീവിതത്തിൽ സത്യസന്ധത എന്ന വലിയ മൂല്യം വളർത്തിയെടുക്കുവാൻ തക്കവണ്ണം ഈ പ്രഭാതത്തിലെ വചന കേൾവി ഞങ്ങളെ സഹായിക്കണമേ. പുത്രൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണേ പിതാവേ. ആമേൻ.